Good morning, students. Today we are going to start a new chapter, that is symmetry. Okay, chapter 14, symmetry. In the previous class also, we studied about the symmetry and symmetric line of symmetry. Okay, പഠിച്ചിട്ടുണ്ട് നമ്മൾ symmetric line of symmetry എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. What do you mean by line of symmetry? Yes, here listen. This is a figure. I think you understand this. This is a rectangle. Okay, if I cut this rectangle into two parts like this, okay, ഇങ്ങനെ ഞാനിതിനൊരു കട്ട് ചെയ്തെടുത്തു. ഈ ഒരു പേപ്പറിൽ ഞാനിത് ഇതിനെ ഫോൾഡ് ചെയ്യുമ്പം ഞാൻ ഇവിടെ രണ്ട് മാർക്കിങ് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് മാർക്കിങ്ങും കറക്റ്റായിട്ട് ഓക്കെ ഒരേപോലെ തന്നെ വരുവാണെങ്കിൽ ഈ ലൈനിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ലൈൻ ഓഫ് സിമ്മട്രി. ഓക്കെ, സപ്പോസ് ഇത് തന്നെയൊന്നുമല്ല, ദിസ് ഈസ് a picture of a butterfly. This is the line of symmetry there. ഓക്കെ, ഈ ബട്ടർഫ്ലൈ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ഓക്കെ ഈ വിങ്ങിൻ്റെ ഈ അറ്റവും ഈ വിങ്ങിൻ്റെ ഈ അറ്റവും സെയിം ആയിട്ട് നിൽക്കും. ആൻഡ് ദിസ് വൺ ഈസ് ഓൾസോ മീറ്റ് സെയിം. സോ ദിസ് ഈസ് ദ ലൈൻ ഓഫ് സിമ്മട്രി. എന്താണ് അപ്പം ലൈൻ ഓഫ് സിമ്മട്രി എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായത്? നേരെ ഹാഫായിട്ട് അതിനെ എങ്ങനെ നമ്മൾ മീൻസ് ആ ലൈൻ ഓഫ് ഏതാണ് നമ്മൾ ആ ലൈനായിട്ട് എടുത്തിരിക്കുന്നത് അത് വെച്ച് നമ്മൾ ഫോൾഡ് ചെയ്യുകയെങ്കിൽ എന്ത് പറ്റും? ആ രണ്ട് ഫിഗറും ഓക്കെ ആ രണ്ട് പോർഷനും സെയിം ആയിട്ട് തന്നെ നിൽക്കും, കൂട്ടിമുട്ടും, അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ചേർന്ന് നിൽക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈൻ ഓഫ് സിമ്മട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്, ലൈൻ ഓഫ് സിമ്മട്രി എന്നുള്ളത് നേരത്തെ പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് എന്താ പറയുന്നത് ഇച്ചിരി സ്പീഡിൽ പോകാം നമുക്കതിനെക്കുറിച്ച്. ഓക്കെ, ദെൻ സപ്പോസ് ദിസ് ഈസ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, ദിസ് ഈസ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. We can cut this triangle in this ways. കണ്ടോ, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്കറിയാം സെൻറ്ററിൽ നിന്ന് നമുക്ക് ഒരു വെർട്ടെക്സിൽ നിന്ന് നമ്മൾക്ക് ട്രയാങ്കിൾസ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് ശ്രദ്ധിച്ച്, ഈ സെൻറ്ററിൽ നിന്ന് ഒരു വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിൻ്റെ മിഡിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന് നമ്മളൊരു പേര് പറയും. എന്തുമായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? മീഡിയൻ. പഠിച്ചിട്ടുണ്ടോ? മീഡിയൻ. യെസ്, എ ട്രയാങ്കിൾ ഹാസ് 3 മീഡിയൻസ്. ഇതിൻ്റെ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന് എന്താണ്? ഇതിനെ 3 നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കാരണം ഈ പോർഷൻ ഇതാണിപ്പോൾ ലൈൻ ഓഫ് സിമ്മട്രി. ഇത് ഈ ലൈനാണ് എടുക്കുന്നതെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ സെയിം ആയിരിക്കും ഇത്. ഓക്കെ, നമ്മളത് വിട്ടു, നമ്മൾ ഇങ്ങനെ എടുത്തു. ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതെടുത്തു. ദെൻ ഇറ്റ് ഇസ് ഓൾസോ സെയിം. സോ ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഹാസ് 3 ലൈൻ ഓഫ് സിമ്മട്രി. 3 ലൈൻ ഓഫ് സിമ്മട്രി. Then how we can take a square? A square നോക്കിക്കേ എങ്ങനെയാന്ന്. We can divide it like this. How many line of symmetries are there? It has 4 line of symmetries. 4 line of symmetries. What about a regular pentagon? Pentagon means a 5-sided figure. Pentagon means it is a 5-sided figure. We can divide this like this first. നമുക്ക് ഇതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. Then we can divide it this like this. It is like this. ഇത് റെഗുലർ അല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ തോന്നുന്നത് കേട്ടോ. ഞാൻ വരച്ചത് റെഗുലർ അല്ലായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഈ മീൻസ് ഇത് ലൈൻ ഓഫ് സിമ്മട്രി എന്ന് തോന്നിക്കാത്തത്. ബട്ട് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. ഇറ്റ് ഹാസ് 5 ലൈൻ ഓഫ് സിമ്മട്രി. 5 ലൈൻ ഓഫ് സിമ്മട്രി.
Okay, 5 lines of symmetry. Understand? അപ്പം ഒരു റെഗുലർ പോളിഗണിന് regular polygon means all the length of all the sides are same. A regular polygon, how many lines of symmetries are there? As per how many sides are there? എത്ര സൈഡ് ഉണ്ടോ അത്രയും ലൈൻ ഓഫ് സിമെട്രി അവിടെ ഉണ്ടാവും. അപ്പോൾ ഒരു റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ എത്ര ലൈൻ ഓഫ് സിമെട്രി ഉണ്ടാവും? 6 ലൈൻ ഓഫ് സിമെട്രീസ് are there. What about an octagon? Octagon means an 8-sided figure. It also has 8 line of symmetries. Clear? Okay. അപ്പം ഒരു റെഗുലർ പോളിഗണിന് എത്ര സൈഡ് ഉണ്ടോ അത്രയും സൈഡ്സ് ഓഫ് അത്രയും ലൈൻ ഓഫ് സിമെട്രീസ് ഉണ്ടാവും. അത് ഓക്കെ, അത് എന്തായാലും നമ്മുടെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുന്ന കാര്യം കേട്ടോ. യെസ്, നൗ ലിസൺ ഹിയർ. Underline this point in your textbook. Each regular polygon has as many line of symmetries as it has sides. Okay, clearly here this is a equilateral triangle, so there are 3 line of symmetries are there. This is a square, so there are 4 line of symmetries are there. These dotted lines are symmetric line. For a pentagon, it is 1, 2, 3, 4, 5 line of symmetries are there. Here is an hexagon, it is also 6 line of symmetries are there. Clear? Then we already know that mirror reflection, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളത് മിറർ റിഫ്ലക്ഷൻ എന്നുള്ളത്. ഓക്കെ, എങ്ങനെയാണ് മിറർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ? ഓക്കെ, ഹിയർ this is a symmetry line. This is letter P. നമ്മൾ കണ്ണാടിയുടെ നേരെ ഒരു പി എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ കാണിച്ചാൽ തിരിച്ച് പി എന്ന് തന്നെയാണോ കാണുന്നത്? നോ, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദിസ് അല്ലേ? അതിൻ്റെ തിരിച്ച് ഇങ്ങനെയുള്ള മിറർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ കണ്ണാടിയിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് നമ്മൾ ഉയർത്തി കാണിക്കാമെങ്കിൽ നമുക്ക് മിററിൽ തോന്നുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ എന്തായിട്ട് തോന്നുന്നത്? ലെഫ്റ്റ് ഹാൻഡായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഹിയർ ദിസ് ഈസ് എ ലൈൻ. മിറർ റിഫ്ലക്ഷൻ വരയ്ക്കണമെങ്കിൽ എ എന്ന് പറയുന്ന ഒരു ലെറ്റർ വരയ്ക്കുവാണെങ്കിൽ ഹിയർ ഇറ്റ് ഈസ് ഓൾസോ ലൈക്ക് എ. ബട്ട് വാട്ട് അബൌട്ട് സി? മിറർ റിഫ്ലക്ഷൻ, സിയുടെ മിറർ റിഫ്ലക്ഷൻ വരയ്ക്കുവാണെങ്കിൽ യാ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ഓക്കെ, ഈ ടെക്സ്റ്റ് മുഴുവൻ വരച്ച് വെച്ചേക്കുക. അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തോട്ട് മാറ്റി ഇത് വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എക്സസൈസ് 14.1. Exercise 14.1. First is the first question. Copy the figure with punches holes and find the axis of symmetry for the following. ഓക്കെ, ഇതാണ് നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ വരച്ചാൽ മതി. ഇതൊന്നും നോട്ടിനകത്തോട്ട് തൽക്കാലം ഇതാക്കണ്ട. ടെക്സ്റ്റിൽ തന്നെ പെൻസിലും യൂസ് ചെയ്ത് വരച്ചാൽ മതി കേട്ടോ. ഓക്കെ, this is the figure. We want to draw the line of symmetry of this figure. Okay, we can draw it like this. Understand? This is the line of symmetry of this figure, and here is the next figure. How we can draw this? The line of symmetry is like this. ഒന്ന് വരച്ച് നോക്കി. ഇങ്ങനെ ഒരു സിമെട്രി വരച്ചാൽ നമ്മൾ മടക്കുവാണെങ്കിൽ ഈ 2 ഹോൾസ് ഇപ്പുറത്തുണ്ടാവുമോ? ഇല്ല. സോ വി ക്യാൻ ഡ്രോ ദ ലൈൻ ഓഫ് സിമെട്രി ഓഫ് ദിസ് ഫിഗർ ഈസ് ലൈക്ക് ദിസ്. ആൻഡ് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് വൺ? ഇത് ടെക്സ്റ്റിനകത്ത് കാണിച്ചാൽ മനസ്സിലാകത്തില്ല, അതുകൊണ്ടാണ് മിസ് വേറെ വരയ്ക്കുന്നത് കേട്ടോ. കാരണം മിസ്സിൻ്റെ ടെക്സ്റ്റിനകത്ത് മുഴുവൻ വരച്ച് വെച്ചിരിക്കുക. ഓക്കെ, ഹിയർ വേർ ഇസ് ദ ലൈൻ ഓഫ് സിമെട്രി ഇൻ ദിസ് ഫിഗർ? ഹിയർ. And what about this figure?
What about this figure? Yes, here is the line of symmetry. അല്ലാതെ ഇതിൻ്റെ ഇങ്ങനെ വരച്ചാലോ ഈ ഹോള് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പം ഇവിടെ വരും അല്ലേ? പക്ഷെ ഇവിടെ വേറെ ഡോട്ട്സ് ഒന്നുമില്ല. ഇതാകുമ്പോൾ കറക്റ്റായിട്ട് ഈ ഡോട്ടിൻ്റെ മേളിൽ തന്നെ ഈ ഹോൾ വരും. അതുകൊണ്ട് പിന്നെ ദിസ് ഈസ് ദ ലൈൻ ഓഫ് സിമെട്രി. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് വൺ? We can fold like this also. Then we can fold this one like this also. So how many lines of symmetries are there? 4 lines of symmetries are there. 1, 2, 3, 4. And what about this figure? What about this figure? First we can draw a line of symmetry is like this. Okay? ഇതിനെ ക്രോസ് ചെയ്യുന്ന ലൈൻസ് ഉണ്ടായിരുന്നല്ലേ? So the line of symmetry of this figure is like this. Okay, then ബാക്കിയുള്ളത് തന്നെ നിങ്ങൾക്ക് ലൈൻ ഓഫ് സിമെട്രി വരയ്ക്കാവുന്നതല്ലേ ഉള്ളൂ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നെ. ഓക്കെ, ദെൻ ഹിയർ ഈസ് ദ നെക്സ്റ്റ് വൺ വിച്ച് ഈസ് ദാറ്റ് ഐ. Which is the line of symmetry of this figure? This is the line of symmetry. Okay, and then next there is a circle. 1, 2, 3, 4. How many lines of symmetries we can draw here? First like this, second like this. ഓക്കെ, ഇങ്ങനെ നമ്മൾ ലൈൻ ഓഫ് സിമെട്രി വരച്ച് ഇത് രണ്ടും കൂടെ ജോയിൻ ആവോ ഇല്ലയോ നമുക്കറിയത്തില്ല. സോ only 2 lines of symmetries are there. Clear? Okay. Then in the second figure here, give the lines of symmetry, find the other holes. ഇവിടെ ലൈൻ ഓഫ് സിമെട്രി തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഹോൾ തന്നിട്ടുണ്ടെങ്കിൽ ഇവ വിൽ ബി ദ നെക്സ്റ്റ് ഹോൾ ഹിയർ. ഇത് ഫോൾഡ് ചെയ്യുമ്പം എന്ത് ചെയ്യണം? ഇത് ഫോൾഡ് ചെയ്യുമ്പം the line of symmetry is given like this. So the hole is here. And what about here? Here the line of symmetry is like this. So the next hole is here. Here also here. Then in this circle we can fold the circle according to this line of symmetry. So the hole is here. Okay. Yes. ലാസ്റ്റ് ആ ഒരു സർക്കിളിനകത്ത് ലാസ്റ്റ് തന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. Here is a circle. Here is the line of symmetry. Here is one of the hole and here is the next hole. ഈ ലൈൻ ഓഫ് സിമെട്രി വെച്ച് വരയ്ക്കാമെങ്കിൽ ഇതിൻ്റെ അടുത്ത ഹോൾ എവിടെ വരും? Clearly it is here and clearly it is here. Okay. So the dots are like this according to this line of symmetry. Okay. Yes. In this given following figure, the mirror lines, that is line of symmetry, is given. Complete the figure. നിങ്ങൾക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാൻ എന്തെങ്കിലും ഈ ഒരെണ്ണം ഞാൻ ഇതിൻ്റെ ടെക്സ്റ്റിനകത്ത് വരച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് വരച്ചു തരാം. എന്താ വരയ്ക്കേണ്ടത്? മിറർ റിഫ്ലക്ഷൻ. മിറർ റിഫ്ലക്ഷൻ. This is the line of symmetry. Mirror reflection വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? We can draw this like this. ഇത് ക്വസ്റ്റ്യൻ നമ്പർ ഇ ആയിരുന്നു കേട്ടോ, തേർഡിൻ്റെ ഇ ആണേ. Okay, and a pentagon, half of this pentagon is given like this. And the line of symmetry is like this. So how can we can draw the other part like this?
കാണാമോ വരച്ചിരിക്കുന്നത്? ഓക്കെ, like that we can complete that figures. Okay, then question number 4. The following figures has more than one line of symmetry. Each figure, such figure are said to have multiple lines of symmetry. Okay, more than one line of symmetry ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരെന്താ? മൾട്ടിപ്പിൾ ലൈൻ ഓഫ് സിമെട്രീസ് എന്ന് പറയും. Okay, in this figure there are 2 line of symmetries, so it has multiple line of symmetry. This one has 4 line of symmetries, so here it is 1 2 3 line of symmetries are there. 1 2 3. Okay, they are called as multiple line of symmetry. Okay, identify, next one, in this figure identify multiple line of symmetry if any. ഇതിനകത്ത് മൾട്ടിപ്പിൾ ലൈൻ ഓഫ് സിമെട്രി ഉണ്ടോ എന്ന് ചോദിച്ചേക്കുന്നത് ഈ ഫിഗറിനകത്ത്. നിങ്ങളുടെ ഇതിനകത്ത് ഒന്ന് വരച്ചോണം കേട്ടോ. We can draw the symmetric line like this. First one like second and third. കാരണം ഇതൊരു ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്കറിയാം ഈക്വലാറ്ററൽ ട്രയാങ്കിളിന് നമ്മൾ പറഞ്ഞായിരുന്നു 3 ലൈൻ ഓഫ് സിമെട്രി ഉണ്ടെന്ന് ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്. സോ വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ലൈക്ക് ദിസ്. അപ്പം എത്ര ലൈൻ ഓഫ് സിമെട്രി ഉണ്ട് ഈ ഫിഗറിന്? 3 ലൈൻ ഓഫ് സിമെട്രീസ് ആർ there. For in this case we can cut like this, first, then second, third and fourth. 4 lines of symmetries are there. Okay, and in this figure also, yes, we can draw, because it is an equilateral triangle. It is equilateral triangle aanu, so we can draw 3 lines of symmetries. And what about in this figure? നോക്കിക്കേ, ഇങ്ങനെയൊന്നും കട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല, ഇതിനകത്ത് അറിയാതെ ആരാണ്ട് എല്ലാം കൂടെ വെട്ടിക്കളഞ്ഞാൽ കേട്ടോ. We can draw only 2 lines of symmetries are there. എങ്ങനെയാ? ഫസ്റ്റ് ലൈക്ക് ദിസ് ആൻഡ് സെക്കൻഡ് ലൈക്ക് ദിസ്. അതിൻ്റെ വെർട്ടിസസ് തമ്മിൽ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിനകത്ത് ആരുടെ തെറ്റിച്ചെല്ലാം കൂടെ കുത്തി വരച്ചിട്ടിട്ടുണ്ട്, അങ്ങനെയല്ല. വി ക്യാൻ ഡ്രോ ഓൺലി 2 ലൈൻസ് ഓഫ് സിമെട്രീസ് ആർ there. ഓക്കെ, then in this figure, yes, how many lines of symmetries are there? 4 lines of symmetries. And this figure only 1 line of symmetry is there, like only there like this. Okay, yes, here it is 4 and here it is how many lines of symmetries? നോക്കിയേ, ഇതിൻ്റെ ഓരോ ഈ പെറ്റൽസിൻ്റെ ഇൻ ബിറ്റ്വീൻ നമുക്ക് ലൈൻ ഓഫ് സിമെട്രീസ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, എത്ര പെറ്റൽസ് ഉണ്ടോ അതിൻ്റെ എല്ലാം ഇൻ ബിറ്റ്വീൻ 1 2 3 4 5 6. സോ 3 ലൈൻസ് ഓഫ് സിമെട്രീസ് വി ക്യാൻ ഡ്രോ ഹിയർ. 3 അല്ല 6. ഓക്കെ, കാരണം ഈ ലൈൻ ഓഫ് സിമെട്രീസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻ ബിറ്റ്വീനാണ് പോകുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? പിന്നെ ഇതിൻ്റെ ഇൻ ബിറ്റ്വീനും വരയ്ക്കാം നമുക്ക്. ഞാൻ ഈ ഫിഗർ വരയ്ക്കാൻ പാടാം കേട്ടോ, ഒന്ന് നോക്കിക്കേ. ആദ്യം ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമുക്ക് പോകാം, ഓരോ പെറ്റൽസിൻ്റെ ഇൻ ബിറ്റ്വീനാണ് പോകാം. പിന്നെ ഓരോ പെറ്റൽസിൻ്റെ മിഡിലൂടെ നമുക്ക് പോകാം. അങ്ങനെയാണ് 6 ലൈൻ ഓഫ് സിമെട്രീസ് വരുന്നത്. ഓക്കെ, ദെൻ ഇത് ടെക്സ്റ്റിനകത്ത് തന്നെ വരച്ചാൽ മതി കേട്ടോ. ഷെയ്ഡഡ് പോർഷൻ, ഇതിന് പാരലായിട്ടുള്ള ഷെയ്ഡഡ് പോർഷൻ വരയ്ക്കാൻ പറഞ്ഞാൽ ഈ ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത്. അങ്ങനെയാണ് ഇതിൻ്റെ ലൈൻ ഓഫ് സിമെട്രി വരുന്നത്. കാരണം ഈ ലൈൻ ഓഫ് സിമെട്രി നമ്മൾ ഫോൾഡ് ചെയ്യുമ്പം, ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പം ഇതിൻ്റെ അതേ തന്നെ ഇപ്പുറത്ത് വരും. ഇത് ഷെയ്ഡഡാണെന്ന് കാണിക്കാൻ ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, പ്യുവർ ബ്ലാക്ക് അടിക്കാതെ ഒരു വര വെച്ചിട്ടുള്ള ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് വി ക്യാൻ കോപ്പി ദ ഡയഗ്രാം. നിങ്ങളുടെ ഗ്രാഫ് ബുക്കിനകത്ത് വരച്ചാൽ മതി ഇത്. ഓക്കെ, കോപ്പി ദിസ് ഡയഗ്രാം ആൻഡ് ഡ്രോ ദ സിമെട്രിക് ഷേപ്പ്. ഓക്കെ, ഇത് നോക്കിയേ, നിങ്ങൾ വരച്ചാൽ ഇത് വരയ്ക്കുന്നതിൻ്റെ ഇതിൻ്റെ ഇവിടെ തന്നെ അതിൻ്റെ 2 ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് വരയ്ക്കണം. ദെൻ ഇത് നോക്കിയേ, 2 കോളം മാറിയിട്ടാണ്, താഴോട്ടും 2 കോളം മാറിയിട്ട് ഒരു ലൈക്ക് ദിസ് വി ക്യാൻ ഡ്രോ ദിസ് ഓൾസോ. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വരയ്ക്കാൻ. വേണ്ട ഗ്രാഫ് ബുക്കിൽ വരച്ചില്ലെങ്കിൽ ടെക്സ്റ്റിൽ തന്നെ പെൻസിൽ യൂസ് ചെയ്ത് വരയ്ക്കാനൊന്ന് നോക്കണം കേട്ടോ. ഇപ്പം എനിക്ക് വീട്ടിൽ വന്നൊന്നും നിങ്ങളെ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഈ ലാസ്റ്റ് D എന്ന് പറയുന്ന ഫിഗർ അങ്ങ് വിട്ടേര്, അത് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നെ ഇത്രയും ഫിഗേഴ്സ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നെ നിങ്ങൾ വരയ്ക്കണം കേട്ടോ. Okay students, we can continue this chapter in the next class. Okay, thank you.